ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ന്യൂ ആനിമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ റീസെൻ്റ് ആയിട്ട് കിട്ടിയിരുന്ന ആനിമേൻ്റെ പേരാണ് മൈ ഡ്രസ്അപ്പ് ഡാർലിംഗ്. അതിന് 3 എപ്പിസോഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ക്രഞ്ച് റോൾ കഴിച്ചിട്ട് അതുവഴി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സ് എടുക്കാൻ വിചാരിച്ചു. ക്രഞ്ച് റോൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ക്രഞ്ച് റോളിന് ഫോട്ടോയോ അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ജസ്റ്റ് കാണാം അതന്നെ. അങ്ങനെ ആ പ്ലാനും പോലെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഇതിപ്പോൾ അവിടെ നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ബാക്കി എപ്പിസോഡ് കിട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സ് വഴി കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പിസോഡ് കിട്ടട്ടെ വിചാരിച്ചിട്ട് ചാനൽ ഇങ്ങനെ വെറുതെ ഇട്ടൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ന്യൂ ആനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ പേരാണ് ലയർ ഗെയിം. ഇതൊരു ഓൺ ഗോയിങ് ആനിമയാണ്. ആകെ 3 എപ്പിസോഡ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡ് 27-ാം തീയതി വരുന്നുണ്ടാവുക, അതായത് 4ാമത്തെ എപ്പിസോഡ്. ഈ ആനിമ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സ്ക്വിഡ് ഗെയിം ടച്ചൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത്രയ്ക്ക് വലിയൊരു ഇൻട്രോ തരാൻ കാരണം എന്താ വെച്ചാൽ ഇത്ര ദിവസം ഞാൻ എപ്പിസോഡ് ഇട്ടിട്ടില്ല. അതിൻ്റെ റീസൺ ആയിട്ടാണ് ഇത്ര വലിയൊരു ഇൻട്രോ വന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെ ആയിരിക്കും കാണാം. ഇവളുടെ പേരാണ് നവ. ഇവളാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിക്കേക്കാരം. വന്നത് എന്താ വെച്ചാൽ ഓൾക്കാണെങ്കിൽ ഒരു 100 യെന്നിൻ്റെ ഒരു കോയിന് കളഞ്ഞിട്ട് അപ്പം അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓളിപ്പോൾ വന്നിട്ടുള്ളത്. സോ ഓളത്തിപ്പോൾ അവിടെ കൊടുത്തു പോരുമ്പോൾ അവിടുത്തെ പോലീസാണല്ലോ പറയും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടോ. പക്ഷെ അപ്പുറത്തുള്ള സാറാണല്ലോ പറയും ശരിയാണ് ഓള് സ്റ്റുപ്പിഡ്ലി ഹോണസ്റ്റ് ആണ് പറയും. പക്ഷെ ഓള് റൂമിലേക്ക് പോകും. അവൻ്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആണെങ്കിൽ അവൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഓളാണെങ്കിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അതിലാണെങ്കിൽ ഒരു ലെറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ ഓളാണെങ്കിൽ എന്തോ ഒരു ഗെയിമിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് പറയും. അപ്പോൾ ഈ ലെറ്ററിൽ ഇങ്ങനെ ഉണ്ടാവാൻ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ ഗെയിമിക്ക് സെലക്ട് ആയിട്ടുണ്ട് പറയും. ഗെയിമോ എന്ത് ഗെയിം വിചാരിച്ചിട്ട് ഓളാണല്ലോ ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അത് കാണുമ്പോൾ ആകെ ഞെട്ടും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് നിറച്ച് കെട്ട് കണക്കിന് പൈസ ഉണ്ടാവുക. ആ ഒറ്റ എടുപ്പിൽ തന്നെ ഓളെ ഫുള്ളി എണ്ണി നോക്കും. അതിൻ്റെ അകത്താണെങ്കിൽ 100 മില്യൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴേക്കാരം അവിടെയുള്ളൊരു ടാബിൽ നിന്നൊരു സൗണ്ട് കേൾക്കുക. അതാണെങ്കിൽ ബോക്സിൻ്റെ കൂടെ തന്നെ വന്നതേക്കാരം. അപ്പോൾ അതാണെങ്കിൽ ഗെയിമിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. ചുരുക്കി പറയുകയാണെങ്കിൽ ഇവൾക്ക് പ്ലെയർ ആണല്ലോ. അപ്പോൾ ഈ ഗെയിം എന്താ സംഭവിച്ചാൽ ഇവൾക്കൊരു 100 മില്യൺ യെന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്കൊരു ഓപ്പോണൻ്റ് ഉണ്ടാവും, അവർക്ക് 100 മില്യൺ യെന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ 30 ദിവസം സമയത്തിൽ ഇവളാണെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ പൈസ അടിച്ചു മാറ്റണം. അതേപോലെ തന്നെ ഈ ഓപ്പോണൻറ്റും ഇവളെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ 30ാം ദിവസം ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് ഇവളുടെ കയ്യിലുള്ള പൈസ, അതായത് ഗെയിം മണിയും അതുപോലെ തന്നെ ആ ടാബ്ലറ്റ് ആ കിട്ടിയിട്ടുള്ള ആ സാധനം വാങ്ങിച്ചു കൊണ്ടുപോകും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നത്, അതായത് മോഷണമാണല്ലോ സംഭവം. അപ്പോൾ ഇതൊരിക്കലും മോഷണമോ അതുപോലെ തന്നെ ഒരു ക്രൈമോ ആയിട്ട് കണക്കാക്കില്ല. കാരണം ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ എന്ത് പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് 30ാമത്തെ ദിവസം ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് നോക്കുമ്പോൾ ഇവർക്കൊരു ഓപ്പോണൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓപ്പോണൻ്റെ കാര്യം ഇവളുടെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ആ സകലമാന പൈസ, അതായത് 100 മില്യൺ അടിച്ചു മാറ്റിയെന്നാണെങ്കിൽ 100 മില്യൺ ഓൾക്ക് കടായിട്ട് കിടക്കും, അതായത് ഇവൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ ഓൾ കിളിയാക്കി പോയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അഥവാ അവൾ ഓപ്പണൻ്റെ കാര്യം ഓളെ സാധനം സ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഓൾക്ക് ഒരു മാർക്കില്ല ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട്. ശേഷം ഓളാണെങ്കിൽ മെട്രോയിൽ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാത്ത ഒരു ഹോസ്പിറ്റലായിക്കാരം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ ഓൾ അച്ഛനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പം അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം അച്ഛൻ കണ്ടു പറഞ്ഞാൽ എന്തോ മുഖത്തൊരു പ്രശ്നം ഉണ്ടല്ലോ വയ്ക്കുമ്പോൾ ഓളാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ സൂപ്പറാണ് പറഞ്ഞിരിക്കും. അപ്പോൾ ഓളാഗ്രഹം എന്താ വെച്ചാൽ അച്ഛൻ്റെ ഉള്ള കാലം അച്ഛനെ പീസ്ഫുള്ളായിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഓളാഗ്രഹം. ശേഷം ഓളാണെങ്കിൽ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കും ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊരു മാർക്കില്ല അറിയും. അപ്പോൾ ഇവള് ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, പോലീസിനെയാണോ കാണേണ്ടത് ചോദിക്കും. ഇല്ല, പോലീസിനെ കണ്ടിട്ട് കാര്യമില്ല, കാരണം ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ റൂൾസിനെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല പറയും. സോ ഈ ഒരു ജീനിയസ് ആയിട്ടുള്ള കോൺ ആർട്ടിസ്റ്റിൻ്റെ ഹെൽപ്പാണ് വാങ്ങിക്കേണ്ടത് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അവൾ വീട്ടിൽ ചെന്ന പറഞ്ഞാൽ പെട്ടെന്ന് തപ്പി നോക്കുക ഓളെ പൈസ അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഗെയിമിനെ സ്റ്റോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും കൊണ്ടേക്കണമെന്നായിരിക്കും അവൾ വിചാരിക്കുന്നുണ്ടാവുക. പിന്നുള്ള രാവും പകലൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ കാര്യം ആരെങ്കിലും എടുത്തുണ്ടോ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പുതിയൊരു ലെറ്റർ വരിക. അപ്പോൾ ലെറ്ററിൽ നിങ്ങൾ ഓപ്പോണൻറ്റിനെ സെലക്ട് ചെയ്തു എന്നായിരിക്കും. അതാണെങ്കിൽ ഒരു പഴയ സാറായിക്കാരം ഈ ഓപ്പോണൻറ്റ് പറയുന്നത്. ഓളത് കണ്ട് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാവും. കാരണം എന്താ വെച്ചാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഇവളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ സാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും, ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ഇയാളാണെങ്കിൽ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്താ വെച്ചാൽ ഇതൊരു സ്കാമാണ്, ഞങ്ങൾ ഒഫീഷ്യൽ പ്ലെയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് പൈസ കൊടുക്കും. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ഓപ്പോണൻ്റെ പൈസ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പൈസ അത് അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ ഡെപ്റ്റ് ആവുമെന്ന് പറയും. അങ്ങനെ ഇവർ തന്നെ വന്നിട്ട്, അതായത് ഇവരെ ഏജൻസിത്തെ ആൾക്കാർ തന്നെ വന്നിട്ട് ഈ പൈസ മോഷ്ടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇവളാണെങ്കിൽ ചോദിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരിപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകാനാന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും ഇത്രയും വലിയൊരു ബോക്സ് ഈ അറിയാത്തത് വീട്ടിൽ എത്തിക്കാമെന്നാണെങ്കിൽ എന്തുകൊണ്ടും ഒരിക്കൽ അത് അവിടുന്ന് എടുത്തുകൊണ്ടാകാൻ പറ്റൂല ചോദിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ ഓളിവിടെ പൈസ വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇത്രയ്ക്ക് കാണുന്നിടത്ത് ഒരു സേഫ്റ്റി ഇല്ലാതെ വെച്ചത് കണ്ടപ്പോൾ ഇയാളാണെങ്കിൽ പറയും ഇത് കുറച്ചുകൂടി ബെറ്റർ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം,
ഞാൻ നിൻ്റെ എന്നാലും ബാങ്കിലൊക്കെയല്ല വെക്കുന്നത്, നിൻ്റെത് വെക്കണോ ചോദിക്കും. അപ്പോൾ ഇവളും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞ പോലെ ഓളാളിൽ പൈസ എടുത്ത് ഇയാൾ കൊടുത്ത് ടാറ്റ കൊടുത്ത് പറഞ്ഞയക്കും. ഇനി ഒന്ന് സമാധാനത്തിൽ ഇറങ്ങാനായിട്ട് അപ്പോൾ ഇറങ്ങി പിന്നെ നീക്കുന്നുണ്ടാവുക രാത്രിക്കാരം. അങ്ങനെ രാത്രി നീച്ച് ചെന്ന് നോക്കുമ്പോൾ അവിടെ പുതിയൊരു ഇത്, അതായത് ഒരു ലെറ്ററും കൂടി വന്നിട്ടുണ്ടാവും. അതിലാണെങ്കിൽ കറൻറ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതായത് ഫൂജിസാവ അഥവാ സാറിന് 100 മില്യൺ കൂടുതലും അതുപോലെ തന്നെ ഇവക്ക് അതായത് നാവോക്ക് 100 മില്യൺ കുറയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോൾ ആകെ ടെൻഷനാകും. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡെപ്റ്റ് വരികയാണെങ്കിൽ തന്നെ ഓൾക്കാണെങ്കിൽ ഓളെ ജീവിതത്തിൽ ഫുള്ള് പണിയെടുത്താലും ഓൾക്കത് അടുക്കാനുള്ള പൈസ ഓൾക്ക് എന്തായാലും ഉണ്ടാവില്ല. പോരാത്തിന് ഓളെ അച്ഛനക്ക് ഇപ്പോൾ ക്യാൻസറും. അങ്ങനെ ഓളാണെങ്കിൽ ബേജാറായിട്ട് നമ്മൾ സാറിന് വിളിക്കും. അപ്പോൾ ഇയാളാണെങ്കിൽ പറയുകയും പേടിക്കണ്ട, അതൊരു എൻ്റെ സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്, അധികം പേടിക്കണ്ട, അതെന്തായാലും സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് ഉള്ളത് പറയും. അപ്പോൾ ഓളും പറയും സോറി ഞാൻ അപ്പോഴത്തെ ഒരു ടെൻഷനിൽ വിളിച്ചതാണ്, അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും സാറിന് സംശയിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ ഓൾ വിചാരിക്കും നാളെ എന്തായാലും സാറിനെ നേരിട്ട് കണ്ടു ഒരു താങ്ക്സ് പറയാൻ വിചാരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഓളാണെങ്കിൽ സാറിൻ്റെ വീട്ടിൽ എത്തുമ്പോൾ സാറിൻ്റെ ഒരിക്കലും പറയുന്നുണ്ടാവും. അപ്പോൾ ഓളാണെങ്കിൽ അത് എത്തി വെക്കുമ്പോൾ സാറിൽ പറയുന്നുണ്ടാവുക അയാൾ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിച്ചതായിട്ടായിരിക്കും. ഓളൊരു പൊട്ടത്തിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഓൾ വിശ്വസിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഓൾക്ക് മനസ്സിലാവും എന്താണ് അയാൾ ആരെങ്കിലും ഉദ്ദേശിക്കണമെന്നുള്ള കാര്യം. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആ ലെറ്ററൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഓൾക്കൊരു കാര്യം മനസ്സിലാവുക. ഓളിപ്പോൾ ഒരു 100 മില്യൻ്റെ ഒരു കടക്കാരത്തെയാണ്. അപ്പോൾ ഇത് ഈ ഗെയിമൊക്കെ സത്യമാണ്, സാറിനെ പറ്റിച്ചു അത്രയ്ക്ക് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഈ സാറ് പറയുന്നത്. അപ്പോൾ ഓൾക്കാണെങ്കിൽ അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൾ മുട്ടത്തി വീണിട്ട് അവളെ പൊട്ടി കാര്യം. കാരണം എന്ന് വെച്ചാൽ ഓളെ കൊണ്ട് അടക്കാൻ പറ്റുന്ന ഒരു തുക അല്ലാത്തത്. അപ്പോഴേക്കാരം നമ്മൾ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള കോൺ ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് ഓൾക്ക് ഓർമ്മ വരിക. അങ്ങനെ ഓളാളുടെ വെബ്സൈറ്റ് ഫുൾ ഇറങ്ങി തപ്പും അങ്ങനെ ഒരു കോൺ ആർട്ടിസ്റ്റിനെ നോക്കിയിട്ട്. അങ്ങനെ ഓൾക്ക് കിട്ടും ഷിനിച്ചി അക്കിയാമ. അപ്പോൾ ഓനാണെങ്കിൽ നാളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ അത് കണ്ടിട്ട് ഓൾ എങ്ങനെയും ഓനെ കാണണമെന്ന് വിചാരിച്ച് നിൽക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട് കേട്ടോ, അത് ഇവിടെ വീട്ടിൽ പണി നടക്കായതുകൊണ്ടാണ്. എൻ്റെ വീട്ടിലല്ല അടുത്ത വീട്ടിൽ. പിന്നെ കാണാൻ കുറേ ക്യാമറാമാനൊക്കെ എന്തൊക്കെയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. വേറെ ഒന്നല്ല ഓൻ്റെ വരവാക്കാരും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ഡോർ വന്നിട്ട് ആരും വരുന്നുണ്ട് ഒരു ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും അത് വേറെ ഒരാളായിരിക്കും. ശേഷം പോലീസൊക്കെ വന്നിട്ട് ഇവരോട് പോകാൻ വേണ്ടിയിട്ട് പറയും. നിങ്ങൾ വിചാരിച്ച് ആൾ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോയി ഇക്കോളി പറയും. അപ്പോൾ ഇവർ പറയും ഇല്ല ഷിനിച്ച് വന്നിട്ടില്ല അറിയാം, അതായത് നമ്മുടെ ചെറുക്കൻ. അപ്പോൾ ഇത്തൊരു പോലീസുകാർ ഇടപെട്ടമാരെ ഓനെ പറ്റിച്ചാണ്. അപ്പോൾ ഇതിന് ഓനെ നിങ്ങൾക്ക് അറിയില്ല അറിയുമ്പോൾ ഇവരാണെങ്കിൽ ആകെ വേജാറായിട്ട് അവിടുന്നോടി പോകും. അപ്പോഴേക്കാരം നമ്മൾ പറഞ്ഞ പോലീസിൻ്റെ കോസ്റ്റ്യൂം മാറിയിട്ട് വന്ന് നമ്മുടെ ഷിനിച്ചേക്കാരം. അപ്പോൾ നമ്മുടെ കുട്ടിയാണെങ്കിൽ നേരെ വൈകിയല്ലോ പഠിച്ചോണെന്ന് പറഞ്ഞിട്ട് ഓടി വരേക്കാരം. അങ്ങനെ ഇവരെന്നാലും ക്ലാഷ് ആയിട്ട് അവിടെ കൂട്ടിമുട്ടി വെക്കും. ഇവളാലും ഫേസ് ഒന്നും കണ്ടില്ല, സോറി എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോഴായിരിക്കും ഓനാണെങ്കിലും മീൻഡാക്കാരൻ നീച്ച് പോകുമ്പോൾ അപ്പോഴേക്കാരം അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് ആരാന്നുള്ളത്. അക്കിയാമല്ലേ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ വന്നത് പറയുമ്പോൾ ഇവൻ പറയില്ല അങ്ങക്ക് ആൾ മാറിയതാണ് പറഞ്ഞിട്ട് ഓൻ അവിടുന്ന് പോകും. എന്നിട്ട് ഇവൾ മീറ്റൊന്നും വേറിട്ടിട്ടില്ല കണ്ടപ്പോൾ ഇവളാൾ പറയും സോറി ഭയങ്കര അത്യാവശ്യം ആയതുകൊണ്ട് പറഞ്ഞിട്ട് ഓളെ കഥ അങ്ങോട്ട് വിടും. എന്താ വെച്ചാൽ ഓളെ കയ്യിലുണ്ടായിരുന്ന 100 മില്യൺ അത് ഓൾ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കട്ടെടുത്ത് കൊണ്ടുപോയിന്നും അതൊന്ന് പ്ലീസ് ഒന്ന് തിരിച്ചേൽപ്പിക്കാമെന്നായിരിക്കും ഇവനോട് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവനാണെങ്കിൽ പറയും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളോട് പറയേണ്ട വർത്താനാണ് ഇപ്പോൾ ഈ പറയുന്നത്, ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിച്ചോളൂ അപ്പോൾ തന്നെ എനിക്ക് ഇന്നെ അങ്ങോട്ട് തന്നെ കയറ്റണ്ടോടി ചോദിക്കും. ശേഷം ഓനാണെങ്കിൽ ഓളം മീൻഡാക്കാതെ അവിടുന്ന് പോകും. പിന്നെ കാരണം ഇവൻ്റെ കാലുകൾ ഓന് ഫോളോ ചെയ്യുന്ന ഇവളുടെ കാലുകൾ. അപ്പോഴേക്കാരം ഇവനെ ഓളെ നോട്ടീസ് ചെയ്യുക എന്തെങ്കിലും ചോദിക്കും ഓനാണെങ്കിൽ. അപ്പോൾ ഓളാൾ പറയും ഒറ്റ മിനിറ്റ് പറയുമ്പോൾ ഇവനാൾ പറയും ഓക്കെ ആ കാണുന്ന കാർഡർ അവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ഈ ലഗേജ് ഒന്ന് അവിടെ ഇറക്കി വെച്ചിട്ട് വരാറിയും. ഓളാണെങ്കിൽ താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. ഉച്ചയാവും, വൈകുന്നേരമാവും, രാത്രിയാവും, അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഓന് എന്തിനോ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണും. അപ്പോൾ ഇവനാൾ വിചാരിക്കും ഇവളെന്ത് പൊട്ടത്തിയാണോ ഇത്ര നേരമായിട്ട് ഓൾ പോയില്ലേ വിചാരിക്കും. അപ്പോഴേക്കാരം അവിടെ കുറച്ച് കോഴികൾ വന്നിട്ട് ഇവളങ്ങനെ ഒന്ന് ചോദിക്കും എന്താ ആരെ കാത്തിക്കുന്നു കുറേ നേരം ആയാലും അറിയുമ്പോൾ ഒരാൾ വരാനുണ്ട് പറയും. അപ്പോൾ ഇവനാൾ പറയും ഓനെക്കാട്ടിയും ബെസ്റ്റ് ഞാനാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പെറ്റിനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കാരം അക്കിയാമ്മയുടെ എൻട്രി ഓനാണെങ്കിൽ ഇവരൊന്ന് തോണ്ടി വിടും. ശേഷം ഇവനാണെങ്കിൽ ഇവളെ റൂമിൽ കൊടുത്തിട്ട് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ഇവളാണെങ്കിൽ പെരും ടീച്ച. അപ്പോൾ ഇവളാണെങ്കിൽ പറയും എനിക്ക് വേണമെങ്കിൽ ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടേക്ക് ഇത്ര വിശക്കുണ്ടെങ്കിൽ പറയും. അപ്പോൾ ഇവക്കാണെങ്കിൽ കേട്ടപ്പോൾ എന്തോ ആയിരിക്കാവും. എന്നിട്ട് ഇവള് പറയും ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നില്ല, ഇത്ര നേരം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് പറയും ഈ ഒരു സ്റ്റുപ്പിഡ്ലി ഹോണസ്റ്റ് ആണ്, ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുമോ, ഈ എന്തായാലും സ്കാമിൽ പെട്ടില്ല, അതിൽ അത്ഭുതമൊന്നും ഇല്ല പറയും. പക്ഷെ ഇവള് മുഖം കണ്ടിട്ട് പാവം തോന്നിയിട്ട് എന്താ കഥ എന്താ വെച്ചാൽ പറയാറ്, അതായത് ഈ 100 മില്യൺ എങ്ങനെ കട്ട് കൊണ്ടുപോയത് എന്നുള്ള കഥ ഇരിക്കും ഇവൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവളാണെങ്കിൽ ഇവക്ക് കിട്ടിയ ലെറ്റേഴ്സും അതുപോലെ തന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവൻ ചോദിക്കും എനിക്ക് എന്താ വേണ്ടത്, ഇതിന് ജയിക്കാണോ വേണ്ട അതോ ഇന്ന് ഊരിപ്പോരാണോ വേണ്ട ചോദിക്കുമ്പോൾ ഇവൾ അറിയിക്കും അതിന് ഇങ്ങനെയുള്ള ഊരിപ്പോന്നാൽ മതി അറിയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവൻ പറയും അങ്ങനെയുള്ള ഈ പണി കുറച്ചുകൂടി എളുപ്പമായല്ലോ പറയും. ഇനി പിറ്റേന്ന് രാവിലെ തന്നെ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ സാറാണ് ചോദിക്കും എന്താ ഇവിടെ അല്ല ഇതാരാ ചോദിക്കും.
അപ്പോൾ ഒരാൾ പറയും ഞാൻ ഇന്നലെ തന്ന പൈസ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പറയും. അപ്പോൾ പറയും അതെന്തിനാണ്, അതിപ്പോൾ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ തന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല പറയും. നീ എന്തെങ്കിലും സംശയിക്കുകയാണോ ചോദിക്കും. അപ്പോൾ ഇവൾ പറയും എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഇന്നലെ താങ്ക്സ് പറയാൻ വേണ്ടി വന്നപ്പോൾ വാതിൽ തുറന്നെടുക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ വേറെ ഒരാളോട് നിങ്ങളൊരു സ്റ്റുഡൻറ്റിനെ പറ്റിച്ചതിനെ കുറിച്ചിട്ട് കോൾ ചെയ്ത് സംസാരിക്കണത് ഞാൻ കേട്ടു പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. കാരണം എന്താ വെച്ചാൽ അയാളതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ശേഷം ഇയാളാണെങ്കിൽ ഫുള്ള് സ്കിമേ ചെയ്യുന്നു, എനിക്ക് തോന്നിയത് കാരണം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ അക്കാമ്മയാൾ പറയും ഇതിൻ്റെ സമയം നല്ല വേസ്റ്റ് ആക്കണം, നാളേക്കൊക്കെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും എന്ന് പറയും. അപ്പോൾ ഇയാൾ പേടികൊണ്ടോ എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പറയും ഇത് കളിയുടെ ഭാഗമാണ്, എന്താ വെച്ചാൽ വേറെ ഒരാളുടെ ഇതാക്കണം ഒരിക്കലും കുറ്റകൃത്യമോ അല്ലെങ്കിൽ മോശമൊന്നും ആവില്ല, അത് പോലീസിന് ഒരിക്കലും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല അറിയും. അപ്പോൾ ഇവനെ എഗ്രി ചെയ്യുന്നുണ്ട് ഈ ഗെയിം കളിക്കുക എന്നുള്ള കാര്യം എന്ന് പറയും. അപ്പോൾ ഇയാളാണല്ലേ ആകെ കിട്ടും. കാരണം ഇയാൾ പറയേണ്ട വിചാരിച്ചിരുന്നൊരു കാര്യം പെട്ടെന്ന് ഇവനാണെങ്കിൽ അയാൾ തൊള്ളേന്ന് പറയിപ്പിച്ച് പെട്ടെന്ന് ഇയാൾ ഭാവമൊക്കെ മാറും. ഇയാളാണെങ്കിൽ പറയാം ഞാൻ തന്നെ എടുത്തത്, അതിനിപ്പോൾ എന്താ, ഇത് കിട്ടിയ ഗോൾഡൻ ചാൻസാണ്. ഇത്രക്ക് ഇതുവരെ ആകെ തകർന്ന് നിൽക്കുന്നു, ഭാര്യ പോയി ജോലി പോയി ആകെ സീനിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ ഇവരാൾ പറയാം അപ്പോൾ നിങ്ങൾ അതിനും വേണ്ടിയിട്ട് ഇൻ്റെതാണോ നിങ്ങൾ എടുക്കുന്നത്, എൻ്റെ 100 മില്യണാണോ എടുക്കുന്നത്, അത് കാരണം ഞാൻ കടത്തിലാവാൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കുമ്പോൾ ഇയാളത് പറയാം ഇപ്പം ഞാൻ എന്താ വേണ്ട ചോദിക്കും. അപ്പോൾ ഇവളാണല്ലേ കുറേ കെഞ്ചും, എൻ്റെ അച്ഛന് തീരെ വയ്യാത്താണ്, ക്യാൻസറാണ്, അയാൾ കുറച്ച് സമയം അതായത് അവസാനത്തെ മൊമെൻറ്റ്സ് എങ്കിലും പീസ്ഫുൾ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും എൻ്റെ അച്ഛൻ ചത്താൽ എന്ത് ചത്തിയില്ലെങ്കിൽ എന്ത് ചോദിക്കും. ഇതൊക്കെ കേട്ടോളാണെങ്കിലും ഭയങ്കര സെറ്റായി ഫുള്ള് തേങ്ങി പൊങ്ങിച്ചായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. അപ്പോൾ ഇവൻ പറയും ഫസ്റ്റ് തന്നെ മോങ്ങലൊന്നും അവിടെ നിർത്തി പറയും. ഇപ്പോൾ ഒന്ന് കരണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പോയി സാധനം തിരിച്ചിട്ട് ചോദിക്കും. അപ്പോൾ ഇവളാൾ പറയും സോറി എന്നോട് ക്ഷമിക്കണം, പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു മനുഷ്യൻ തന്നെ ഇന്നെ 100 മില്യൺ എന്നെ കടത്തിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പറയും. അപ്പോൾ ഇവനാൾ ചോദിക്കും എനിക്ക് എത്ര ദിവസം ഗെയിം ഫിനിഷ് ആക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇവനാൾ പറയും 27 ദിവസം എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ആ പൈസ എന്തായാലും 25ാമത്തെ ദിവസം പുറത്തേക്ക് എടുക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ഊളാൾ പറയും അതായത് മാച്ച് കഴിയുന്നതിന് 2 ദിവസം മുന്നേ എന്ന് പറയും. ശേഷം ഇവൻ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഹോപ്പ് വിടാരൊന്നും ആയിട്ടില്ല അറിയുമ്പോൾ ഇവളാൾ ചോദിക്കും എന്നാൽ തന്നെ ഞാൻ ഇങ്ങനെയാണ് അയാളടുത്ത് സ്റ്റോൾ ചെയ്യാൻ വയ്ക്കും. അപ്പോൾ ഇവൻ പറയും എൻ്റെ അടുത്തൊരു കിടിലൻ ഐഡിയ ഉണ്ട് പറയുമ്പോൾ ഇവളാൾ ചോദിക്കും അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്നതാണോ ചോദിക്കും. പിന്നെ ചോദിക്കും അല്ല നിങ്ങളെൻ്റെ ഹെൽപ്പ് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ഞാൻ എന്നോട് ആദ്യം ഹെൽപ്പ് ചെയ്യില്ല പറഞ്ഞത് ഇത് ക്രൈമാണ് വിചാരിച്ചിട്ടാണ്, പക്ഷേങ്കിൽ ഇതിപ്പോൾ ഒരു ഗെയിമാണ്, ഗെയിമാകുമ്പോൾ അത് ക്രൈമില്ലാന്ന് ഫസ്റ്റ് തന്നെ അതിൻ്റെ റൂളിലുണ്ട്, സോ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറ്. പക്ഷെ ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു വാക്ക് കാരണം ഈ ഗെയിം ഒരിക്കലും സ്കിപ്പാക്കില്ല, ഇത് ഫുള്ളാക്കും എന്നുള്ള കാര്യം എന്ന് പറയും. അപ്പോൾ ഓളും കോൺഫിഡൻസൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൂ പറയും ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഇത് ഫുള്ളാക്കുന്നറിയാം. അപ്പോൾ ഓനും ഭയങ്കര ചിരിച്ചിട്ട് പറയും ഓക്കെ, അപ്പോൾ ജയിച്ചിട്ടിട്ടുള്ള പൈസ 50-50 അറിയും. അപ്പോൾ ഇവളും ഭയങ്കര ഹാപ്പി ആയിട്ട് അറിയാം ഈ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ സെറ്റാക്കാനായിട്ട് 50-50 ആനായിട്ട് ഓളും കിടന്നല്ലറും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യണോ വേണ്ടതെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ആനിമ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ആരും ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഓൺ ഗോയിങ് ആയതുകൊണ്ടുമാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ് ഇടണോ വേണ്ടതെന്നുള്ള കാര്യം. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.